അയ്യോ ഇനി ഒരാഴ്ചത്തേന് എവിടെയും പോയി ബൊഫ കഴിക്കൂലേ. അച്ഛനീ തന്നെ പറഞ്ഞു. സത്യം പറഞ്ഞ ഈ ബൊഫയുടെ അവിടെ ഈ പായസം കൊണ്ടുവരുന്ന പറ്റുന്ന പരിപാടി ഉണ്ടായിരുന്നു കൊള്ളായിരുന്നല്ലേടി. കഷ്ടം. എന്റെ പായസം ഉണ്ടെന്ന് നീ തിന്നൂല്ലേ? സിനിമയ്ക്കും ബൊഫയിലും ഒക്കെ പോയിട്ട് വെട്ടി വിഴുങ്ങിയിട്ട് വന്നിരുന്ന് വിശ്രമിക്കുമായിരിക്കും. സത്യം പറയാലോ, ടേസ്റ്റ് അപാര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ബൊഫയൊക്കെ. നിന്റെ കണ്ണിൽ കുറച്ചെങ്കിലും ചോരയുണ്ടോ? നിന്നൊക്കെ ഞാൻ എവിടെയൊക്കെ കൊണ്ടിട്ടുണ്ടോടാ? ഒന്ന് വിളിച്ചോ നീ, ഞാൻ അപ്പുറത്തില്ലേ. അതിപ്പോ വേണ്ട, എല്ലാം പെട്ടെന്നായിരുന്നു. അമ്മ തന്നെ ഓട്ടോ വിളിച്ചാണ് ഓഫീസിൽ ഡയറക്റ്റ് അങ്ങോട്ട് വന്നത്. ആണോ നിലുമ? ഓ, ഇവിടെ ഇപ്പൊ പുറത്തു പോയി കഴിക്കലും ഓർഡർ ചെയ്യലും ഒക്കെ കാരണം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇപ്പൊ ഫ്രിഡ്ജിൽ കയറ്റില്ല. അല്ലമ്മ, അത് വേണമെങ്കിൽ ദിയ ചേച്ചിക്ക് കൊടുത്തോട്. ഈയടാ, നീ തന്നെ അങ്ങ് കഴിച്ചാ മതി. എന്റെ പൊന്നു ചേച്ചി, എന്റെ വയറ്റിൽ ഇച്ചിരിയെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു ഞാനിത് കഴിച്ചേനെ. പക്ഷെ ഇപ്പൊ അതിനൊരു നിർവാഹവും ഇല്ല. ഇതോ കിയോ സാരിമാക്കി ദിയ ചേച്ചി കൊണ്ടുള്ള വണ്ടി വന്നപ്പോ. ഹലോ, ഇതെന്താ എല്ലാരും കൂടെ നേരത്തെ കേറി അകത്തേക്ക്? അയ്യോ, എന്ത് അനങ്ങാൻ പറ്റുന്നില്ല, വിശ്രമിക്കുക. എന്തു പറ്റി മോനെ? ബൊഫെ കഴിച്ചിട്ട്. ഓ അത് തിന്നിട്ട് അനങ്ങാൻ വയ്യ, അതാണ് കാര്യം. എന്തൊക്കെ ഉണ്ടായിരുന്നു ബഫേല് കഴിക്കാന്? ബൊഫേല് ബീഫിന്റെ പല ഐറ്റം ഉണ്ടായിരുന്നു. ചിക്കൻ, മീൻ എന്നൊക്കെ പറഞ്ഞ എത്ര ടൈപ്പ് മീൻ. നല്ല ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ്. പായസം ഉണ്ടായിരുന്ന? പായസം ഉണ്ടായിരുന്നു 4 ടൈപ്പ്. അടിപൊളിയല്ലേ നീലു? ശരിയാണ്, എപ്പോഴും വീട്ടിനകത്തിരുന്ന് നമുക്ക് ബോറടിക്കൂലേ? ഇടയ്ക്ക് പുറത്തേക്ക് ഇങ്ങനെ ഔട്ടിങ്ങിനൊക്കെ പോയി നല്ല ഭക്ഷണം എല്ലാം കഴിച്ച് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണം. എനിക്കത് അത്ര വലിയ രസമായിട്ട് തോന്നണില്ല. ഇവിടെ ഈ അച്ഛനും മക്കളീ കാണിക്കുന്ന കോപ്പറയം കൊണ്ടേ എൻ്റെ പോക്കറ്റാ കാലിയായിക്കൊണ്ടിരിക്കണേ. ഞാൻ ഒരു സൈഡിൽ കൂടി എങ്ങനെയെങ്കിലും ചിലവ് എങ്ങനെ ചുരുക്കാം എന്നും പറഞ്ഞ് ചിന്തിച്ചടക്കാം. അപ്പൊ അച്ഛനും മക്കളും എങ്ങനെ കൂട്ടാന്നും പറഞ്ഞ് നടക്കണേ. അവിടെ പിന്നെ ആ ടെൻഷൻ ഇല്ല. മമ്മിയും പപ്പയും ഒരു ടൈപ്പ് ആയതുകൊണ്ടേ അതൊക്കെ ബാലൻസ് ചെയ്ത് പോയിക്കോളും. അവര് ഭാര്യയും ഭർത്താവും അങ്ങനെ ആയതുകൊണ്ടേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട്. ഇവിടെ അങ്ങനെയാണോ? ഉണ്ടാവോന്നു. ഒരാളൊരു കരയെ കൂടി ഇങ്ങനെ ലാഭിക്കുന്നു, മറ്റൊരാൾ ആ കരയെ കൂടി ഇങ്ങനെ ഒഴുക്കി വിടുന്നു. ഇത് മൊത്തം അച്ഛന്റെ കാർഡില്ലല്ലേ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തോ കാർഡ് അവസാനം എന്താകുമെന്ന് അറിയാം. നീലമ്മക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കായിരുന്നു. എന്നെ ഒന്ന് വിളിക്കായിരുന്നു. വിളിക്കാമായിരുന്നു. ഞാൻ അറിയണത് തന്നെ ഇവിടെ എല്ലാം കഴിഞ്ഞ് അവസാനം ഓട്ടോയ്ക്ക് വരാൻ പറഞ്ഞപ്പോഴാണ്. ഞാനിനി പോവും. ഇങ്ങോട്ട് കഴിക്കാൻ. പോകണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ വരാം. ഓ നിർത്ത്, നല്ല കൂടണ്ട. എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത് പിന്നെ വാങ്ങിച്ചു തരാം. മിണ്ടാണ്ടിരിക്കും. അതിന് അവര് പോക്കുണ്ട് മിക്കവാറും. കേട്ടാ ഓക്കേന്ന്, എന്നിട്ട് സ്ഥലം കൊണ്ട് വയറ്റില്ലേ ഓക്കേന്ന്. നിനക്ക് അനങ്ങാൻ വയ്യല്ലോടാ. കുഴപ്പമില്ല, ഞാൻ സ്ഥലം ഉണ്ടായിക്കോളാം. നീ എന്തിനാ പൈസ തരാത്തത്രേ? നീ പൈസ തരുമെന്ന് പറഞ്ഞിട്ടല്ലേ എന്റെ കാർഡ് വെച്ച് EMI ഞാൻ ഫോൺ തന്നത്? പൈസ അടയ്ക്കാനത് നാളെ പൈസ അടയ്ക്കേണ്ട ഡേറ്റ് ആണ് കേട്ടാ. മര്യാദയ്ക്ക് പൈസ ഇട്ട് തരണം. ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അടക്കാനായ ബില്ല് അടുത്ത ആഴ്ചയെ വരികയുള്ളൂ. ഈ സൈറ്റിലുള്ളവർക്ക് ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് പൈസ തിരിച്ച് കിട്ടിയില്ല, പിരിഞ്ഞ് വന്നില്ല, ആകെ ഏണിയായിരിക്കും. ലോകത്തുള്ള സകല ഏണിയും ഹോൾസെയിലായിട്ട് മേടിക്കുന്ന ആളാണല്ലോ. എടി അവർക്ക് എന്നെ ക്രെഡിറ്റ് കാർഡ് ഇല്ലല്ലേ. അവരോരോ ആവശ്യങ്ങൾ പറയുമ്പോൾ ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV. പാവങ്ങളല്ലേ, അവർക്കൊന്നും ഇല്ല. അപ്പൊ നമ്മളെ സഹായിക്കായി. സാമൂഹ്യ സേവനവും തുടങ്ങി. സാമൂഹ്യ സേവനം എന്റെ കൂടെ ഉണ്ട്. ഒന്നെണ്ണം വെച്ചോ, അതും ക്രെഡിറ്റ് കാർഡ് വെച്ച്. ഇലക്ഷൻ നിൽക്കാൻ പോണുണ്ടോ? എന്താ ഇലക്ഷൻ? അല്ല ഞാൻ ചോദിക്കട്ടെ, സാമൂഹ്യ സേവനം ഇലക്ഷൻ നിൽക്കുന്നവർക്ക് മാത്രമേ ചെയ്യാവോ? എന്നെ പോലെ പാവങ്ങൾ ചെയ്യണേ. കാർഡ് വെച്ചിട്ടുള്ള ഈ സാമൂഹ്യ സേവനം അത്ര നല്ലല്ലോ. അതെ, കാർഡ് വെച്ച് ഇത് ചെയ്യുമ്പോൾ ആലോചിക്കണം. കുറെ പണി കിട്ടും. ഇതിന്റെ കുറെ പണികളുണ്ട്. അതങ്ങനെ ഇരന്ന് വാങ്ങി വെക്കല്ല കേട്ടാ. ബാലുവേ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കട്ടെ. ആവശ്യമില്ല. നോക്കട്ടെ. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടുള്ള സാമൂഹ്യ സേവനവും പർച്ചേസിങ്ങും ഒക്കെ ഒന്ന് കാണുമല്ലോ. അത്ര നിർബന്ധമാണോ? നിർബന്ധമൊന്നുമില്ല, കാണിക്കാൻ പറ്റുമോ? എന്തോന്ന് പോലെ ഇത്? ഒരു മാസത്തെ ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണുന്നത്. ഇത് തീരണില്ലല്ലോ, കാണ്ടായിട്ട് കിടക്കാനുള്ള. അല്ല, പൈസ ചെലവാക്കാൻ തന്നെയാണ് എനിക്ക് ബാങ്ക് കാർഡ് എനിക്ക് തന്നത്, ക്രെഡിറ്റ് കാർഡ് തന്നത്. ഇത് ആവശ്യങ്ങളൊന്നും അല്ല, അനാവശ്യങ്ങളാ. ഇത് നോക്കി, ബീവറേജിൽ 1650 രൂപ ഉണ്ടല്ലോ, അതെന്തിനാ? അത് അവിടെ പാല് കിടന്നില്ല. അവിടെ പണിക്കാരെല്ലാം കൂടെ ഒരു വീട്ടില്. അപ്പൊ അവരെല്ലാം കൂടെ ഷെയർ ഇട്ട് പൈസ. എൻ്റെ ഒരു ഷെയർ ഇടാൻ പൈസ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പൈസ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, ഞാൻ കാർഡ് കൊടുത്തു. അത്രയും പൈസ എൻ്റെ കയ്യിലായില്ലേ. ഞാൻ ആവശ്യമായിട്ട് പോകില്ലേ, അപ്പൊ കാർഡ് കൊടുത്ത് വാങ്ങിച്ചത്.
അപ്പൊ ഈ ബാറിൽ കാണാതാ ബാറിൽ 3650 രൂപ. ഇത് ബാറിൽ 3000 ബാറിൽ എന്താ പറയുക യവന്മാരെല്ലാം കൂടെ എന്നെ കുടിപ്പിക്കാൻ കൊണ്ടുപോയി ഞാൻ പോയില്ല. എനിക്ക് കുറച്ച് കാശിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാ കാർഡ് കൊടുത്ത് ഞാൻ വാങ്ങിച്ച് അവന്മാരെ പൈസ ഞാൻ വാങ്ങിച്ച് വെച്ച്. ഇപ്പം എല്ലാം കാർഡില്ലല്ലേ, കാർഡിലല്ലേ കളി കംപ്ലീറ്റ്. ഞാൻ പൊട്ടിയാണെന്ന് ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട കേട്ടാ. ഇതിനെല്ലാം പിന്നിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. എവിടം വരെ പോകും നോക്കട്ടെ. ബാക്കിയോട് നോക്കമ്മ. അത് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് തീരണില്ലടേ, കുറെ ഉണ്ട് ഇത്. ഒരു മാസത്തേക്കാണ് ഇതേ തീരണില്ല. അത് നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാണ്. അവർ കാണിച്ചു എത്ര പെർസെന്റായി? 90%. അതിനൊരു ഞാൻ 5 പിടിച്ചു കഴിഞ്ഞാൽ 10%. 90%. 5 പിടിച്ചു കഴിഞ്ഞാൽ 10% ആകുന്നു. ഒരു 10 കൂടെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ 100% ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയാമോ എന്താണെന്ന്? അതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടാ? അടച്ചില്ലെങ്കിലേ കേസ് മണ്ണാങ്കട്ടേക്ക് പിടിച്ചിട്ടങ്ങ് പോവും പോലീസ് വന്ന്. പിന്നെ ജയിലിൽ പോയി കിടക്കാം ഉണ്ടേ തിന്ന്. പിന്നെ കൊച്ചിന്റെ കല്യാണത്തിന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങണമെങ്കിലേ കൊച്ചി ജയിലിൽ വരണം. ആ കാർഡ് കണ്ടെന്നേ. എന്തിന് ആ കാർഡ് കണ്ടതാ. അത് ഞാൻ കൊണ്ടാ കൊടുത്തോളാം അവിടെ. അത് ക്യാൻസൽ ചെയ്യാം കാർഡ്. 2 കാർഡും കെടുക്ക്. അത് വെച്ചുള്ള പരിപാടി ഇനി വേണ്ട. പരിപാടി ഇല്ല, ഞാൻ തരാം. അച്ഛാ, എന്റെ കല്യാണത്തിന് അനുഗ്രഹം വാങ്ങിക്കാൻ ജയിലിൽ വരണോ അതോ ഇവിടെ കാണോ? പറ. ഇവിടെ കാണും.